കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ പ്രൊമോ വിശേഷം നമ്മൾ കാണാൻ പോകുന്നേ ചന്ദ്രമതിക്കിട്ട് വമ്പം പണി കിട്ടുവാണ്. ചന്ദ്രമതി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പണിയാ കിട്ടാൻ പോകുന്നേ. ചന്ദ്രമതിയുടെ അഹങ്കാരം ചെറുതൊന്നും ആയിരുന്നില്ല. അങ്ങനെ ചന്ദ്രമതിക്കിട്ട് ദൈവം നല്ലൊരു 8ന്റെ പണി കൊടുക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ. ഇന്ന് നമ്മൾ കണ്ടു ചന്ദ്രമതി ഭയങ്കര അഹങ്കാരത്തോട് കൂടിയിട്ടാണ് ഫിനാൻഷ്യയുടെ പൈസ കൊടുക്കാൻ പോകുന്നത്. അതോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം രവീന്ദ്രൻ ആ പണമാണ് കൊണ്ട് കൊടുക്കാനായിട്ട് പോണേ. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ചന്ദ്രമതി പോയ ഓട്ടോയൊക്കെ കേടാവുന്നുണ്ട്. അങ്ങനെ ഓട്ടോ കേടായിട്ട് ചന്ദ്രമതി അങ്ങ് നടന്നു പോണ സമയത്താണ് ശരത്തും ശരത്തും അവന്റെ കൂട്ടുകാരനും കൂടെ അങ്ങോട്ട് വരുന്നേ. അങ്ങനെ ശരത്തിനോട് അവന്റെ കൂട്ടുകാരൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ഒരു തെറ്റും ചെയ്യാതെ ശരത്തിനെ കള്ളനാക്കിയതാണ്. ആദ്യം ഒരു ബൈക്ക് മോഷ്ടിക്കാൻ ശ്രമിച്ചെന്ന കേസില് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് വീണ്ടും ശരത്തിനെ കുറ്റക്കാരനാക്കിയിട്ട് 1,00,000 രൂപ മോഷ്ടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ശരത്തിനെ കുറെ ചീത്തയൊക്കെ പറഞ്ഞ അതിന്റെ വിഷമം ശരത്തിന് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെയ്യാത്ത കുറ്റം ആരോപിച്ചു കഴിഞ്ഞപ്പം ശരത്ത് തന്റെ കൂട്ടുകാരനോട് അത് പറഞ്ഞു. അങ്ങനെയാണ് അത് വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ, ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ശരത്തിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാ, ആ ബാഗ് പോയി മോഷ്ടിക്കണം എന്നൊക്കെ പറയാ. അങ്ങനെ ചന്ദ്രമതി പോയ സമയത്ത് ചന്ദ്രമതിയുടെ ബാഗൊക്കെ പോയി മോഷ്ടിക്കുന്നുണ്ട്. ബാഗും മോഷ്ടിച്ച് അവന്മാര് കടന്നു കളയാ. കുറച്ച് ദൂരം ചെന്നിട്ടാണ് ബാഗൊക്കെ അങ്ങോട്ട് ഇട്ടു കൊടുക്കുന്നത്. ബാഗ് തിരിച്ചു കിട്ടിയപ്പോ 1 രൂപ തൊട്ട് പോലും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഫുൾ എമൗണ്ടും എടുത്തു. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചന്ദ്രമതി അവിടെ കിടന്ന് അലറി വിളിക്കുമ്പോൾ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ആൾക്കാരെല്ലാം വന്ന് പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുക്കാന്ന് പറയാ. പക്ഷെ ചന്ദ്രമതിക്ക് പേടിയാ. കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്റെ കള്ളത്തരം വിളിച്ചതാവും. രവിയേട്ടൻ അറിയും, വീട്ടുകാരറിയും, സച്ചി അറിയും. പിന്നെ താൻ വീട്ടിൽ നിന്ന് പുറത്താ. തനിക്ക് ആ വീട്ടിൽ ഒരിക്കലും സ്ഥാനം ഉണ്ടാകത്തില്ല. ഈ പണമായിട്ട് എങ്ങോട്ടാ പോയെന്ന് ചോദ്യം വരും. ഫിനാൻഷ്യർക്ക് കൊടുക്കാൻ പോയാന്ന് പറഞ്ഞാല് എന്തിനാ, ഏതാ ആധാരം പണയത്തിലാന്നുള്ള കാര്യം അറിയും. പെട്ടുപോയ അവസ്ഥയിലായി ചന്ദ്രമതി. അവസാനം ചന്ദ്രമതി ഓർത്തു, ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, അയാളുടെ പോയി കാല് പിടിച്ചിട്ടാണ് ശരി. ഇതേ അയാളോട് തന്നെ കാര്യങ്ങളൊക്കെ ചെന്ന് പറയാം. തന്റെ പൈസ മോഷണം പോയി, ഉടനെ തരാന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ചന്ദ്രമതി അങ്ങോട്ട് ചെല്ലുവാണ്. ഭയങ്കര പ്രതീക്ഷയോടുകൂടിയൊക്കെയാ ചെല്ലുന്നേ. പക്ഷെ എങ്കിൽ ചെന്ന് കഴിയുമ്പോഴാണ് ചന്ദ്രമതിക്കിട്ട് പണി കിട്ടുന്നത്. ചന്ദ്രമതി എന്നപ്പോ ഫിനാൻഷ്യർ പണമൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അയാളുടെ വിചാരം എന്താ, ചന്ദ്രമതി പണം കൊടുക്കാൻ ചെന്നാന്ന്. ഇപ്പൊ തന്നെ പലിശയായിട്ട് വരുമെന്നൊക്കെയാണ് ചന്ദ്രമതി പറഞ്ഞിരുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ പൈസ വെക്കാൻ പറഞ്ഞപ്പോ ചന്ദ്രമതി പറഞ്ഞു, അതെ പൈസ ഇല്ലാന്ന് പറയണം. പൈസ ഇല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാൻ പൈസ കൊണ്ട് വന്നാ വരുന്ന വഴിക്ക് ആ ബാഗ് മോഷണം പോയെന്ന് പറയാം. ഇതേ കള്ളന്മാർ അടിച്ചുകൊണ്ട് പോയിട്ട് ആ ബാഗ് എനിക്ക് ഇട്ടു തന്നു. 1 രൂപ പോലും ഇതിനകത്ത് ഇട്ടില്ലെന്ന് പറയാം. വെറുതെ എന്റെ അടുത്ത് എടുക്കല്ലേ. ഇതുപോലത്തെ കുറെ അഭ്യാസങ്ങൾ ഞാൻ കണ്ടിട്ടുള്ള. എന്നിട്ടാ ഞാൻ എവിടെ ഇരിക്കുന്നത്. മാനിയായിക്ക് പൈസ ഇങ്ങോട്ട് വെക്കുകൊണ്ടുമ്പോളെ, അല്ലെ നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോകത്തില്ലെന്ന് പറയാം. ഞാൻ സത്യമായിട്ടുള്ള കാര്യമായിട്ടാ പറഞ്ഞേ. എന്റെ ബാഗ് മോഷണം പോയതാ. അവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ബാഗ് മോഷണം പോയിട്ട് നിങ്ങൾ ഇത്ര കൂളായിട്ട് വന്നിരിക്കത്തില്ല. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കത്തില്ലേ. അത് പിന്നെ ഞാന് കൂടുതലൊന്നും പറയണ്ട. നിങ്ങളുടെ ഊടായ്പൊക്കെ എനിക്ക് മനസ്സിലായി. പൈസ വെക്കാൻ നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലെന്ന് പറയാം. എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ടു തരാന്ന് പറയാം. അന്നൊരു കാര്യം ചെയ്യാം, പൈസ തരാൻ പറ്റില്ലെങ്കിൽ സ്വർണ്ണം അല്ലെ ഇങ്ങോട്ട് ഊരിക്കോളാൻ പറയണം. ചന്ദ്രമതിക്ക് അതിന് സമ്മതമല്ല. താലിമാരൊക്കെ ഇല്ലാതെ വീട്ടിലേക്ക് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രവീന്ദ്രൻ ചോദിക്കും അത് എന്ത് ചെയ്യാന്ന്. അങ്ങനെ ഞാൻ പിന്നെ എന്താന്നാ പറയേണ്ടത്. അതുകൊണ്ട് ചന്ദ്രമതിക്ക് അതും വെക്കാൻ പറ്റില്ലായിരുന്നു. അവസാനം പറഞ്ഞു, ഒരു നിവൃത്തിയില്ലല്ലേ. പിന്നീട് അയാൾ എന്ത് ചെയ്യാണ്, അവിടെയുള്ളൊരു സ്ത്രീയെ വിളിക്കണം. സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല, നല്ല അത്യാവശ്യം ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട്. അവരെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഇവരെ കൊണ്ട് ആ മുറിയിലേക്ക് അങ്ങോട്ട് പൂട്ടിയിടാൻ പറയാ. ഇവളുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് തുറന്നു വിട്ടാൽ മതിയെന്ന്. ചന്ദ്രമതിനെ അല്ലെ ഫോൺ വിളിക്കുമല്ലോ. ഫോൺ വിളിച്ചു കഴിയുമ്പം അവരുടെ വിവരങ്ങളൊക്കെ പറഞ്ഞോളാം. നിങ്ങൾ അവിടെ കിടക്കാൻ പറയണം. ചന്ദ്രമതി ആകപ്പാടെ പെട്ടുപോയി. ഇനി എന്ത് ചെയ്യും, എങ്ങനെ പുറത്തിറങ്ങും. ചന്ദ്രമതി പറഞ്ഞു, ഞാൻ കാലി പിടിക്കാൻ വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ദിവസം ഒരു ദിവസത്തിനുള്ളിൽ ഞാൻ പൈസ കൊണ്ടുവരാന്ന് പറയാം. ഇത്രയും ദിവസം അവധി വന്നിട്ട് പോലും നിങ്ങൾ പൈസ തന്നില്ല. അതുകൊണ്ട് അതിന്റെ കാര്യമില്ല. നിങ്ങളെ പുറത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ നാളെ മിക്കവാറും നിങ്ങൾ എന്താ ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളെ ഞാൻ പുറത്തു വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരട്ടെ, അവരും കൂടെ അറിയട്ടെ. നിങ്ങളോട് പലവട്ടം ഞാൻ പറഞ്ഞതാ വീട്ടുകാരൻ കൂട്ടിക്കിട്ട് വരാനായിട്ട്. നിങ്ങൾ സമ്മതിച്ചോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇവിടെ കിടക്ക്. വീട്ടുകാർ വന്നിട്ട് വീട്ടുകാരുടെ സമ്മതത്തോട് കൂടിയിട്ട് പണം കൂടെ കിട്ടിയതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് പുറത്തു വിടുകയെന്ന് പറയാം. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്ത പെട്ടുപോയ അവസ്ഥയിലായി. സർവ്വതെങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുക. ഇതെങ്ങാനും വീട്ടിലറിഞ്ഞാൽ എന്ത് ചെയ്യും. സച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അതോടുകൂടി തീർന്നു. ഇനിയിപ്പൊ ഈ പണം മേടിച്ച് എന്തിനാന്നുള്ള ചോദ്യം വരും. ശ്രുതിക്കും വേണ്ടിട്ടാന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ പ്രശ്നം. അല്ലെങ്കിൽ തന്നെ 50 ലക്ഷം മോഷ്ടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ആ കണക്ക് ഇപ്പോഴും സച്ചിയുടെ തീർന്നിട്ടില്ല. അതിന്റെ ഇടയ്ക്കലാണ് ഈ കാര്യം കൂടെ.
ദൈവമേ, എങ്ങനെയെങ്കിലും നീ എന്നെ ഒന്ന് രക്ഷിക്കാൻ പറയണം. ആ സമയത്താണ് സച്ചിയും രേവതിയും കൂടെ അങ്ങോട്ട് വരുന്നത്. അങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ സച്ചിക്ക് ഒരു കോള് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഓട്ടം വരുന്ന. അപ്പൊ സച്ചി പറഞ്ഞൊരു കാര്യം ചെയ്യാം, നീ പൊക്കോ പറയണം. പെട്ടെന്ന് സച്ചി ആ കാര്യങ്ങളൊക്കെ ഓർക്കുന്നേ. പലിശ പൈസ കൊടുക്കണമല്ലോ. രേവതിയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാം, ഈ പലിശ പൈസ കൊണ്ടേ കൊടുക്കാൻ പറയാം. രേവതിക്ക് ആദ്യം ഒരു മടി ഉണ്ടായിരുന്നു. പിന്നെ രേവതി പറഞ്ഞു, ശരി ഞാൻ കൊണ്ടേ കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഒരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാന്ന് പറയണം. രേവതി അങ്ങോട്ട് പോവാ. സച്ചി അങ്ങോട്ട് ഓട്ടം പോയി. രേവതിക്ക് ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് കൊണ്ട് പലിശ പൈസ കൊടുക്കാന്ന് ചെല്ലാൻ. അയാൾ നീ എന്തേലും പറയുമെന്നുള്ള. അപ്പൊ സച്ചി പറഞ്ഞു, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പലിശ പൈസ മുഴുവൻ ഉള്ളതുകൊണ്ട് നീ പേടിക്കണ്ട, ഇത് എന്റെ പേരും പറഞ്ഞ് അങ്ങോട്ട് കൊടുത്താൽ മതി, ഞാൻ ഓട്ടം പോയതാന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയാം. അങ്ങനെ രേവതി അങ്ങോട്ട് കയറി ചെന്നു. രേവതി എന്നപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, പലിശ മുഴുവൻ ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാം ഉണ്ടെന്നൊക്കെ പറയാണ്. അല്ല സച്ചി എന്തെന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചിയുടെ ഒരു ഓട്ടം വന്നു, അതുകൊണ്ടാ വരാത്തേന്ന് പറയാം. ഞാൻ കരുതി ഇനിയിപ്പം പലിശ പൈസ മുഴുവൻ ഇല്ലാത്തോണ്ട് അവൻ ഭാര്യയുടെ കൊടുത്തു വിട്ടായിരിക്കുന്ന ഞാൻ കരുതിയത്. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം മിക്കവാറും ഇവിടെ എന്തേലുമൊക്കെ നടന്നേന്ന് പറയാം. ഇപ്പൊ പലിശ മൊത്തം തരാഞ്ഞിട്ട് ഒരുത്തിന് ഇപ്പം ഞാൻ പിടിച്ച് അകത്തിട്ടിട്ടോളെന്ന് പറയാം. രേവതിക്ക് അത് കേട്ടപ്പോൾ അത്ഭുതമാണ് തോന്നിയത്. രേവതിക്ക് അറിയത്തില്ലായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ. പിന്നീട് രേവതി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ചന്ദ്രമതിയുടെ ഒച്ചപ്പാടും വെള്ളം കേൾക്കുന്നത്. എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ തുറന്നു വിട്, ഞാൻ പലിശ കൊണ്ട് തരാന്നൊക്കെ പറഞ്ഞ് എങ്ങനെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി മുറിക്കകത്തോട് നല്ലറി വിളിക്കുക. രേവതി പെട്ടെന്ന് ഓർത്തപ്പോ അമ്മയുടെ സൗണ്ട് അല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ദൈവം അമ്മയുടെ സൗണ്ടാണല്ലോ. പെട്ടെന്ന് രേവതി എന്ന് അമ്മയെന്ന് വിളിച്ചോണ്ട് അത്തേ ചെന്ന് മുട്ടുവാണ്. അത്തേ ആ ഡോറ ചെന്ന് മുട്ടിക്കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് അകത്തെ ശബ്ദവും നിലച്ചു. ചന്ദ്രമതിക്ക് മനസ്സിലായി രേവതിയുടെ സൗണ്ടാ. ഇവൾ എന്തിനിങ്ങോട്ട് വന്നേന്നൊരു ചിന്തയായി. ഇവളെങ്ങാനും കണ്ടാൽ തന്റെ കാര്യം തീർന്നു. അവസാനം ചന്ദ്രമതി മിണ്ടായിരിക്കുക. രേവതി എന്ത് ചെയ്തു? രേവതി കുറെ സമയം മിണ്ടായിരുന്നു. പിന്നെ രേവതി തനിക്ക് തോന്നിയതായിരിക്കും എന്ന് തോന്നി. ആ സമയത്താണ് അങ്ങോട്ടൊരു സ്ത്രീ വരുന്നത്. അപ്പൊ അവരോട് ചോദിച്ചു, ഇതിനകത്ത് ആരോ രക്ഷിക്കണം എന്ന് പറഞ്ഞ് കരയുന്നുണ്ടല്ലോ. അതോ പലിശ തരാത്തന്നെ സാർ അതിനകത്ത് വിട്ട് പൂട്ടിയേക്കുന്നതാന്ന് പറയാം. രേവതിക്ക് മനസ്സിലായി ആരും അതിനകത്തുണ്ട്. അതിനെങ്ങനെയാണോ ചെയ്യേണ്ടത്? അവരെ പൂട്ടിയിടണം, അവരെ തുറന്നു വിട് എന്ന് പറയാ. അതൊന്നും പറ്റത്തില്ല എന്ന് പറയാ. അതും പറഞ്ഞ് അവരങ്ങോട്ട് പോവാ. രേവതി പിന്നെ ആരുമായിട്ട് ഇനിയിപ്പോ താൻ അതിനകത്ത് ഇടപെടണ്ടല്ലോ എന്ന് കരുതി അങ്ങോട്ട് പോകാൻ തുടങ്ങും. വീണ്ടും ചന്ദ്രമതിയുടെ ഒച്ചപ്പാട് കിട്ടും. രേവതി പോയെന്ന് ഓർത്തോണ്ട് അവര് വിളിച്ചത്. പെട്ടെന്ന് രേവതി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ഇരുട്ട് കൂടാരമാണ്. അമ്മ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ചെറിയൊരു വെന്റിലേഷൻ ഉണ്ട്. അതിൻ്റെ അകത്തോട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു മൂലയ്ക്ക് പതുങ്ങിയിരിക്കുന്ന ചന്ദ്രമതിനെ കണ്ടത്. ചന്ദ്രമതിനെ കണ്ടതും രേവതി പെട്ടെന്ന് ചോദിച്ചു, അമ്മ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുക. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയപ്പേ ചന്ദ്രമതിക്ക് മനസ്സിലായി താൻ പെട്ടെന്നുള്ള കാര്യം. ഇനിയിപ്പോ എന്ത് ചെയ്യും? രേവതി കാണുകയും ചെയ്തു. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, ഒന്നുമില്ല, നീ എത്രയും പെട്ടെന്ന് ഇവിടെ പോ, പിന്നെ എന്നെ ഇവിടെ കണ്ട കാര്യം ആരോടും പറയില്ലെന്നൊക്കെ പറയാണ്. രേവതി അതൊന്നും പറ്റത്തില്ല, അമ്മ എങ്ങനെയാ ഇതിനകത്ത് പെട്ടത്? അമ്മയാണ് ഇനിയിപ്പോ പലിശ കൊടുക്കാനുള്ളത് എന്നൊക്കെ ചോദിക്കുക. ചന്ദ്രമതി ഒന്നും പറയാൻ കൂട്ടാക്കില്ല. പിന്നെ രേവതി ആ ഫിനാൻഷ്യൽ ഇടയിലേക്ക് ചെല്ലുവാണ്. കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അയാൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം രേവതിക്ക് മനസ്സിലായി തന്റെ അമ്മ ഇത്രയും കാലം വലിയ കള്ളത്തരം പറഞ്ഞുകൊണ്ടാ വീട്ടിൽ ഇരുന്നെന്നുള്ള കാര്യം. പിന്നീട് സച്ചിനെ എല്ലാവരും വിളിച്ചു പറയുന്നൊക്കെയുണ്ട്. ചന്ദ്രമതിക്ക് മനസ്സിലായി താൻ പെട്ടെന്ന് എല്ലാവരും ഇപ്പൊ തന്നെ വരും, ഇന്ന് തന്റെ മിക്കവാറും അടിയന്തരം നടത്തുന്നുള്ള കാര്യം മനസ്സിലായി. രവിയേട്ടൻ അവരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്ന പോലും പറയാൻ പറ്റില്ല. തനിക്ക് ആ വീട്ടിലേക്ക് പിന്നെ മേലെ കയറാനും കൂടെ പറ്റത്തില്ല. അങ്ങനെ ചന്ദ്രമതി പെട്ടുപോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.